ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസ്ത്രി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോണത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ്. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അത്രയും സിമ്പിളാണ്. നമ്മൾ ഫ്ലവറൊക്കെ ചെയ്ത് പഠിക്കുന്ന ആൾക്കാർ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ഫ്ലവറാണിത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാനിനി വീഡിയോസൊക്കെ ഇടുമ്പം നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഫ്ലവർ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഇവിടെ നമ്മൾ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഇതുപോലെ നാലാക്കിയിട്ടൊന്ന് മടക്കുക. അങ്ങനെ നമ്മൾ നാലാക്കി മടക്കി എടുക്കുമ്പം ഇതിൻ്റെ വീതി ഒരു 8.5 സെൻറ്റിമീറ്റർ ആവും വരിക. അപ്പോൾ നമുക്ക് ഈ 8.5 സെൻറ്റിമീറ്റർ വ്യാസത്തിൽ വൃത്തങ്ങൾ കട്ട് ചെയ്താൽ ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനൊരു 4.2 സെൻറ്റിമീറ്റർ ആരത്തിൽ വൃത്തങ്ങൾ വരച്ചെടുക്കുക. 4 വൃത്തങ്ങൾ വരച്ചെടുക്കാൻ പറ്റും കറക്റ്റായിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒരു ബാച്ച് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ ഒരു കൂർത്ത ഭാഗം കാണുമല്ലോ, അവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സെൻറ്ററും മനസ്സിലാവും, മാത്രമല്ല ഇതുപോലെ ഒരു ഹോളും കൂടെ വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു പെന്നെടുത്തിട്ട് ഇതുപോലെ ഒരു സെമി സർക്കിൾ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സെമി സർക്കിൾ ഒരു 2 സെൻറ്റിമീറ്റർ അവിടെ ഇടവിട്ടിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വരച്ച ആ സെമി സർക്കിൾ വരെ ഇതുപോലെ ജസ്റ്റ് വീതി കുറച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഓരോന്നായിട്ട്. അപ്പം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, കട്ടിയില്ലാത്ത പേപ്പർ ആയതുകൊണ്ട്. അപ്പോൾ കയ്യിൽ ജസ്റ്റ് ഒരു പശ തേച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് അടർന്നടർന്ന് പോരും. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് എല്ലാ സർക്കിൾസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ബാച്ചിൽ നമുക്ക് 8 സർക്കിളാണ് ഉണ്ടാകുക. അപ്പോൾ ടോട്ടൽ ഒരു 32 ഇതളുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് തന്നെ മതിയാവും ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമ്പി എടുക്കുക. സാധാരണ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന കമ്പി തന്നെയാണ്. അതിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക. അപ്പോൾ വളച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഫ്ലവർ അവിടെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പശയും കൂടെ തേച്ച് കൊടുക്കുകയാണ്. പശ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആദ്യത്തെ ഇതൾ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഇതൾ വെക്കുമ്പം ഇതുപോലെ ഇങ്ങനെ വെക്കുന്ന ടൈമിൽ ഒന്ന് അടുപ്പിച്ച് ഒന്ന് ചേർത്ത് വെച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ നൂലെടുത്ത് ചുറ്റി കൊടുക്കുക, എന്നാൽ നന്നായിട്ട് അവിടെ നിന്നോളും. അതിന് ശേഷം അടുത്ത ഇതൾ വെക്കുക. അങ്ങനെ ഓരോ ഇതൾ വെക്കുമ്പോഴും നന്നായിട്ടല്ല ചെറിയ രീതിയിൽ പശ തേച്ച് കൊടുക്കണം, എന്നെങ്കിൽ മാത്രമേ എല്ലാ ഇതളും കറക്റ്റായിട്ട് അവിടെ നിൽക്കുള്ളൂ. അങ്ങനെ എല്ലാ ഇതളും നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇതളും ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ സർക്കിൾസും ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു പ്ലഫി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ ഫ്ലവർ. ഇനി ഇതിൽ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതൊക്കെ കത്രിക എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് റൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ബോൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് മനസ്സിലാവുമല്ലോ നോക്കിയാൽ, അങ്ങനെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്ലവറിൻ്റെ താഴെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ആ ഒരു സെപ്പൽസ് കട്ട് ചെയ്തെടുക്കുകയാണ്. സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന ലീഫിനെ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പശ തേച്ചിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും.
അതിന് ശേഷം ഗ്രീൻ ടാപ്പും കൂടെ ചുറ്റി കഴിഞ്ഞാൽ ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കട്ടിങ്ങും അതുപോലെ തന്നെ ഫോൾഡിങ്ങും ഒക്കെ നല്ല സിമ്പിളാണ്. ഒരിക്കലും ഒരു കോംപ്ലിക്കേഷൻസ് വരേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന പഠിക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ ഫസ്റ്റ് തന്നെ പഠിപ്പിച്ചു തരുന്ന ഫ്ലവറാണിത്. അപ്പോൾ എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഫ്ലവർ കുറച്ചധികം ഒരു 5-10 എണ്ണം ചെയ്ത് വെച്ചാൽ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഈ പേപ്പറിന് 1 രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻ്റായിട്ട് പറയുക. അപ്പം താങ്ക് യു.